ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം 103-ാം സങ്കീർത്തനമാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം: യഹോവ കരുണയും കൃപയും നിറഞ്ഞ ദൈവം ആകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവം തന്നെ എന്നവിടെ നമുക്ക് ദാവീദ് പറയുന്നത് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത് പോലെ ദൈവം ആരാ? കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് ഇന്നും നാം ഈ ഭൂമിയിൽ ജീവനോടിരിക്കാൻ കാരണം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുള്ള ദൈവം തന്നെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും ബലഹീനതകളും പാപങ്ങളും കുറവശങ്ങളും കടന്നു വരുമ്പോൾ ഓരോ ദിനങ്ങളും നാം ദൈവത്തോട് ഏറ്റുപറയും: ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ പാപം ചെയ്യില്ല അപ്പാ, ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല കർത്താവേ, എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറയുമെങ്കിലും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരുന്നു. വീണ്ടും ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു, വീണ്ടും ദൈവം ക്ഷമിക്കുന്നു. അങ്ങനെ ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്രമാത്രം ബലഹീനതകൾ, എത്രമാത്രം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവം അത് കണക്കിടാതെ വണ്ണം എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. പകരത്തിന് പകരം ചെയ്യുന്നത് മനുഷ്യരാണ്. അവനെന്നോട് അങ്ങനെ കാണിച്ചു, ഞാനും അവനോട് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് മനുഷ്യരാണ് പറയുന്നത്. തമ്മിൽ വൈരാഗ്യം, തമ്മിൽ പിണക്കം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും ഒരു ദൈവത്തിൻ്റെ പൈതലിന് ആരോട് പിണക്കം പാടില്ല, ആരോട് പിണങ്ങിയിരിക്കാൻ പാടില്ല, ആരും ശത്രുതയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ലംഘനങ്ങളും ബലഹീനതകളും പാപങ്ങളും കടന്നു വരുമ്പോൾ, ഉദയം അസ്തമയത്തോട് അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ പാപത്തെ ദൈവം അകറ്റിക്കളയുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുപോലെ ഒരാളോടൊരു പിണക്കം ഉണ്ടായാൽ, പകൽ ഒരാളോട് പിണക്കം ഉണ്ടായാൽ, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവനോട് ചെന്ന് ക്ഷമ ചോദിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് എത്ര പേർക്ക് അതിന് സാധിക്കുന്നുണ്ട്? ഇന്ന് ഒരാളോടൊരു പിണക്കം തോന്നിയാൽ, അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ അവനോട് പിണങ്ങിയിരിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷെ ദൈവം നമ്മോട് പിണങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമ്മുടെ പാപങ്ങളും നമ്മളെ ബലഹീനതയ്ക്കുകയും ദൈവം ക്ഷമിച്ചുകൊണ്ട് എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സഹായിക്കുന്നു. നാം ഒന്ന് ചുറ്റിലും നോക്കുകയാണെങ്കിൽ എത്രമാത്രം അപകടങ്ങൾ, എത്രമാത്രം രോഗങ്ങൾ പലപ്പോഴും രോഗത്താൽ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. പലവിധമാവുന്ന അപകടങ്ങൾ സംഭവിച്ച് അനേകം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. എങ്കിലും ദൈവം നമ്മളെ ദീർഘായുസ്സും ബലവും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, സഹായിക്കുന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഒരു അപ്പന് തൻ്റെ മക്കൾ എത്രമാത്രം തെറ്റ് ചെയ്താലും അപ്പൻ അതിനെ വഴക്ക് പറഞ്ഞ് ശാസിച്ച് വീണ്ടും മകനെ അല്ലെങ്കിൽ മകളെ വീണ്ടും തെറ്റിൽ നിന്ന് വീണ്ടും തിരികെ മടക്കി കൊണ്ടുവരുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. നമ്മുടെ ജീവിതത്തിൽ ബലഹീനത ഉണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം. അതൊക്കെയും ദൈവം നമുക്ക് ശിക്ഷ തന്ന്, നമുക്ക് അടി തന്ന് നമ്മളെ വീണ്ടും മടക്കി ദൈവസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന ആ ദൈവത്തിൻ്റെ കൃപ എത്രത്തോളമായിരിക്കും. പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, എത്രമാത്രം ബലഹീനതകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എങ്കിലും നമ്മളെ അടിയും തന്ന് അല്ലെങ്കിൽ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലിട്ട് നമ്മളെ ശോധന ചെയ്ത് ദൈവം നമ്മളെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആക്കിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അവിടെ വായിക്കുന്നു, അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമല്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ഒരു
പൊടിയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യൻ വെറും ദൈവത്തിന് മുമ്പിൽ ഒരു പൊടി, ഒരു കൃമിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. അവിടെ വായിക്കുന്നു മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി അവിടെ സങ്കീർത്തനക്കാരവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, പിന്നെ അതിൻ്റെ സ്ഥലം അതിന് അറിയുകയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു എന്ന്. വൈകുന്നേരമാകുമ്പോൾ അത് വാടി അത് നശിച്ചു പോകുന്നു എന്നൊരു മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ വായിക്കുന്നത് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നു, 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ദൈവത്തിൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവേ യഹോവയെ വാഴ്ത്തുവിൻ. നമ്മുടെ ജീവിതത്തിലുള്ള പാവങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ്. നമ്മുടെ ബലഹീനത ക്ഷമിക്കുന്ന ദൈവമാണ്. ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ്. ഇതൊക്കെയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സകല പാവങ്ങളും ദൈവം നമ്മോട് ക്ഷമിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മുടെ അകൃത്യങ്ങളെ കണക്കിടാതിരിക്കേണ്ടതിന് അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ലംഘനങ്ങൾ അല്ലെങ്കിൽ കപടം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ സകല പാപങ്ങളും കർത്താവ് ക്ഷമിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മൾ പുറമേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിനകത്ത് ആരോടും വെറുപ്പും പകയും വൈരാഗ്യം ഒന്നും ഉണ്ടാകരുത്. ഹൃദയത്തിനകത്ത് കപടമില്ലാതെ നാം മുന്നോട്ട് പോയി നീതിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രതികൂലത്തിൽ നിന്നും ഏത് കഷ്ടത്തിൽ നിന്നും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും, ദൈവം നമ്മളെ വിടുവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.